പൊട്ടനെ ചെട്ടി ചതച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു എർട്ടിക വണ്ടിയുടെ മീറ്ററാണ്. അപ്പോൾ ഈ മീറ്റർ കസ്റ്റമർ കൊണ്ടുവന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിലെ ഡിസ്പ്ലേകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഈ ഡിസ്പ്ലേക്കകത്ത് കുറച്ച് ലിറ്ററേ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് കോമൺലി നമുക്ക് വരുന്നൊരു പ്രശ്നങ്ങളാണ്. ഇങ്ങനെയല്ല, ഡിസ്പ്ലേ മൊത്തത്തിൽ പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ ഇതിനെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേന് ഇവിടെ നമുക്ക് ABS-ൻ്റെ വാണിംഗും വന്നിട്ട് പകുതിയെ കത്തുന്നുള്ളൂ, ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് വന്നിട്ട് പകുതിയെ കത്തുന്നുള്ളൂ. അപ്പം അതെന്താണെന്ന് ആദ്യം ഒരു മനസ്സിൽ നമുക്കത് തോന്നി, എന്തോ ഒരു സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മൾ അതിൻ്റെ കൂടെ ഈ സ്വിച്ചെല്ലാം വർക്ക് ചെയ്ത് നോക്കിയാലും ഇതിൻ്റെ എഴുത്തുകളെല്ലാം കാണുന്നതെല്ലാം പ്രോപ്പറായിട്ടാണ് കാണുന്നത്. അപ്പം ഡിസ്പ്ലേ പ്രോബ്ലം ആയിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. ബോർഡിനകത്ത് സാധാരണ പ്രശ്നം വരുമ്പോൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യാതെ വരും. ആ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ ഇതൊന്ന് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കിയേ. ഇതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മളത് തുറന്ന് ഇപ്പോൾ ഈ ഒരു ഷീറ്റ് എടുത്താലേ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റുള്ളൂ. നമ്മളത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്പ്ലേയിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റി. ഇതുണ്ടോ, ഇതിൻ്റെ ഡിസ്പ്ലേയിൽ എന്തോ വെച്ച് കുത്തി ഡിസ്പ്ലേയുടെ പകുതി പോർഷൻ കീറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രാക്കുകളാണ് ഈ ഡിസ്പ്ലേയുടെ ഓരോ ലെറ്ററും കാണിക്കുന്നത്. ഇതിൻ്റെ പകുതി പോർഷൻ തന്നെ ഇതിനകത്ത് ഇങ്ങനെ കീറിപ്പോയിരിക്കരുത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇളക്കാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് ഇവിടെ നിന്ന് എന്തോ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പം ഒന്നാമത്തെ കേസ് അതാണ്. ഇത് എന്തിന് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അതായത് ഇപ്പോൾ ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും ആ ABS-ൻ്റെയും ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് പകുതിയെ കത്തുന്നുള്ളൂ. അതിൻ്റെ റീസൺ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ടേപ്പ് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ലൈറ്റിൽ ടേപ്പ് പൊട്ടിച്ചിരിക്കുക. അപ്പം ഈ വണ്ടിയുടെ ABS ലൈറ്റ് അണയ്ക്കാനായിട്ട് ചെയ്തൊരു പണിയാണിത്. ഇപ്പോൾ ABS ലൈറ്റ് ഇപ്പം ഇപ്പം വണ്ടി വയ്ക്കുന്നത്, നിങ്ങൾ വണ്ടി വയ്ക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പോൾ ABS-നകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കസ്റ്റമറോട് പറയുക, സാറേ ഇതിൻ്റെ ABS പ്രോബ്ലം ഉണ്ട്, ABS റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലാതെ ഈ കസ്റ്റമറെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചൊരു ശ്രമമാണ് ഇപ്പം പടി മാളി ഡിസ്പ്ലേ ഉൾപ്പെടെ പോയിരിക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് അണയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ട് പുള്ളിക്കാരുടെ മീറ്ററിൻ്റെ ഡിസ്പ്ലേയും പോയി കിട്ടി. അപ്പം ഒരാളെ പറ്റിക്കാൻ ശ്രമിച്ചു, ആ പറ്റിയതിൻ്റെ കുഴി അയാൾക്ക് തന്നെ വീണു. ഇതെല്ലാവർക്കും ഒന്നും എപ്പോഴൊന്നും സംഭവിക്കണമെന്നില്ല, പക്ഷേ ഒരു നാൾ എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് മാക്സിമം ആരും പറ്റിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.